എങ്ങനെയുണ്ട് ഓണം? ഓണം നമുക്ക് ഇപ്രാവശ്യം ഓണമില്ല. ദീപം വീട് വന്നില്ല, അതിനൊരുന്നില്ലേ ഓണത്തിന്? അല്ല, അമ്പലത്തിൽ വന്നല്ല, അല്ല ഇവരെ വീട്ടിൽ വന്നല്ലേ. എല്ലാവരും പറയുന്ന എനിക്ക് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണമില്ല. സർക്കാർ പറയുന്ന ഓണം ഇപ്രാവശ്യം അടിപൊളിയാണ്. നമ്മൾ അമ്പലത്തിൽ പോയി. അപ്പോ ചില കുടുംബക്കാർ തേച്ചു പാടിയിട്ട് അമ്പലത്തിൽ. അതുകൊട്ടെ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി ജാമ്യം കിട്ടിയിട്ട് പറഞ്ഞ കേട്ടല്ലോ. അത് നിങ്ങൾ ഇപ്പൊ അറിയുന്നത്? ഞാനിപ്പോ അറിയുന്നത് ആള് ജാമ്യത്തിൽ ഇറങ്ങി രാജ്യം വെച്ചു. അങ്ങ് മണക്കായിരുന്നില്ലേ കേട്ടോ സുമേഷേ? പുതിയ മുഖ്യമന്ത്രി അധികാരമേറ്റു. അവരുടെ പേരെന്താണ്? അതിഷി വനിതാ മുഖ്യമന്ത്രിയാണ്. ഡൽഹിയിലെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. വനിതകൾക്ക് പ്രാതിനിധ്യമില്ല എന്നാരും പറയില്ല. ആവുന്നില്ല. പിന്നെ കേട്ടോ ഇയാൾ ഈ നമ്മുടെ കെജ്രിവാളിന്റെ അത്ര മോശമാണ്, നല്ല മനുഷ്യനാണ്. അതായത് മദ്യനയ കേസിൽ പിടിച്ചിട്ട് അയാൾ അകത്തിട്ടു. അതങ്ങനെ ഇപ്പൊ അഴിമതി കേസും കാര്യങ്ങളിലും അതല്ലേ. അങ്ങനെ ഇപ്പൊ നല്ല ചെയ്താലും അകത്ത് കിടക്കണം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നത്തെ കാലം കത്തിയാണ്. അല്ലാതെ പിന്നെ ഈ നല്ല ചെയ്തുകൊണ്ടല്ലേ മഹാബലിക്ക് പാതാളത്തിലോട്ട് പോകുന്നു. അതന്നെ ചവിട്ടി താഴ്ത്തി കഴിഞ്ഞില്ലേ പുള്ളിയെ. എന്തായാലും ആള് വെറുതെ കിടന്നല്ലോ. ജയിലിൽ കിടന്നല്ലേ പറയുന്നത്. പേരങ്ങനെയല്ലേ, കോടികളെ അഴിമതി നടത്തിയെന്നാ പറയുന്നത്. കോടതി തെളിയണ്ടേ കുഞ്ഞോട്ടാ? ഇപ്പൊ ഡൽഹിയില് നല്ല ഭരണം നടത്തിയത് ഇയാൾ. ഇക്കണക്കിൽ പോയി കഴിഞ്ഞാല് ഈ അടുത്ത പിന്നെ നാളിലൊന്നും ഈ മറ്റ് പാർട്ടികൾക്ക് അവിടെ അധികാരം കിട്ടില്ല. അതിന്റെ ഒരു കുനിട്ടും ഉണ്ടാവും. ഒരു പകയാണ് ഈ കേസിന്റെ ഒക്കെ അടിസ്ഥാനം. അവരെ മാത്രം വേറെ രണ്ടാളും കൂടി അറസ്റ്റ് അത് നേരത്തെയാണ്. 2 മന്ത്രിമാരെ നേരത്തെ ഇതിനു മുമ്പാണ്. അതെ, അതിപ്പോ ഒരു കൊല്ലത്തിന് കൂടുതലായി മുകളിലായി. അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. അസൂയാന്നല്ലേ. പിന്നല്ലാതെ പണ്ട് ദേവന്മാരെ ഭരണം കിട്ടാത്തത് കൊണ്ട് മാവേലിനെ ചവിട്ടിത്താഴ്ത്തിയ പോലെ നമ്മിപ്പോ പറഞ്ഞല്ലോ. അത് അസൂയ തന്നെ പണ്ട് കണ്ടിട്ട്. ഇതേ അവസ്ഥയില് പണ്ട് അടിയന്തരാവസ്ഥ കാലത്തും ഉണ്ടായിരുന്നത്. അതന്നെ നമ്മുടെ ഇന്ത്യയുടെ നിയമത്തില് ചില കുനിഷ്ട് പോയിന്റുകളുണ്ട്. അത് ഭരിക്കുന്നവർക്ക് എങ്ങനെ വേണം ഉപയോഗിക്കാൻ പറ്റും. മുതലാകും. അതാണ് ആ പോയിന്റ് വെച്ചാണ് ഇവര്, ആ കുനിഷ്ട് വെച്ചാണ് ഇവര് കൈകാര്യം ചെയ്യുന്നത്. എന്ത് പറഞ്ഞാലും അദ്ദേഹം അഴിമതി നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അയാൾ അങ്ങനെ പിടിച്ച് അറസ്റ്റ് ചെയ്യില്ലല്ലോ. മാത്രമല്ല ജയിൽ അടക്കുകയും ചെയ്തു. കോടതി തീരുമാനിക്കട്ടെ. ആര് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും കോടതി തീരുമാനിക്കട്ടെ. അങ്ങനല്ലേ ഇപ്പൊ തെറ്റ് ചെയ്താലും കോടതി വെറുതെ വിട്ടാനെ. ഈ ജയിലിൽ കിടന്നവരൊക്കെ, അതായത് കെജ്രിവാൾ ഈ സ്വാതന്ത്ര്യസമരം നടത്തിയിട്ട് കിടന്നല്ല, അല്ല ശരിയായ അഴിമതി നടത്തി കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയിട്ട് പോയി കിടന്ന ആളാണ്. കുഞ്ഞാവട്ടാ, ഇപ്പം ഇതേ ഇ.ഡി മറ്റേ പോലീസൊക്കെ കൂടിയിട്ടാണ്, CBI ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്വർണ്ണം കടത്തിയ കേസുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ചെമ്പില് കൊണ്ടുവന്നവർ. അത് ബിരിയാണി ചെമ്പില്. അത് എന്നാലും സംഭവം ഉണ്ടല്ല, ഈ സ്വർണ്ണക്കടത്ത് അന്വേഷിച്ച് ഏകദേശം പ്രതിനെ കണ്ടുപിടിക്കാനാവുന്ന സമയത്ത് എന്ത് ചെയ്തു അതാ പ്രശ്നം. ഏകദേശം പ്രതി അകത്താവുന്ന കണ്ടപ്പോ കേസിന്റെ വഴി തിരിച്ചു. ഇപ്പോ കേരളത്തില് ബിരിയാണി ചെമ്പില്, ഈത്തപ്പഴത്തില്, ഖുറാന്റെ പുസ്തകത്തിലൊക്കെ സ്വർണം കടത്തി കൊണ്ടുവന്നു എന്നാ പറയുന്നത്. ഞാൻ പറയുന്നതല്ല, പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറഞ്ഞു അങ്ങനെയാണ്. സുഖസുന്ദരം രക്ഷപ്പെടാൻ പറ്റി. അങ്ങനെ പറഞ്ഞു അടികൊള്ളാന്ന് രക്ഷപ്പെടാൻ അല്ലേ. പിന്നെ ഇത് പൊക്കിപ്പിടിച്ച് പറയാൻ കുറെ മാധ്യമങ്ങളും ഉണ്ട്. നല്ലപോലെ ആൾക്കാരെ കരുവാരി തേക്കുന്ന പരിപാടി. മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ പോരെ. കഴിഞ്ഞ ദിവസം തന്നെ ഈ മാധ്യമത്തിന് ഒരു മാധ്യമത്തിന് മറ്റവൻ എങ്ങനെയാണെന്ന് കൈകാര്യം ചെയ്ത് നോക്കിയിട്ടാണ് പരിപാടി ചെയ്യുന്നത്. നമുക്കൊരു ശേഷം ചിരി വരുന്ന പറഞ്ഞാൽ ഈ സ്വർണ്ണക്കടത്ത് ബിരിയാണി ചെമ്പ്, പിന്നെ ഈന്തപ്പഴത്തിനുള്ളിൽ സ്വർണം, പിന്നെ ഖുറാന്റെ ഉള്ളിൽ സ്വർണം, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാനും പ്രചരിപ്പിക്കാനും പ്രസംഗിക്കാനും വരെ ആൾക്കാരുണ്ടായി. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇവരൊക്കെ ശുദ്ധന്മാരെന്നാണ്. മാധ്യമങ്ങളും പറഞ്ഞു ഈ പറഞ്ഞവരൊക്കെ ശുദ്ധന്മാര്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ജയിലിൽ പോയി കിടക്കുന്നതൊക്കെ വെറും പാവങ്ങളെ പിടിച്ച് ജയിലിലിടും, മറ്റവരൊക്കെ നല്ല തടിയൂരി അങ്ങ് പോകും. സാധാരണ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. പരിഹസിക്കണ്ട, അതറിയാം. കോടികൾ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആയാലും സഹപ്രവർത്തകരായാലും ആരായാലും ശിക്ഷിക്കുന്ന ജനങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ഈ കള്ളത്തരം കാണിക്കുന്ന ഉദ്യോഗസ്ഥരായാലും മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ആരായാലും പിടിക്കണം, ശിക്ഷിക്കണം. സംസ്ഥാനത്ത് മാത്രം ചെയ്യാൻ പാടില്ല. അത്രയാണ്. ഇപ്പം ഡൽഹി മുഖ്യമന്ത്രിയുടെ മാത്രം ക്യാമ്പസ് സ്വർണ്ണന്റെ പിടിക്കാൻ അയാളും അഴിമതി നടത്തിയില്ലേ? അങ്ങനെ നമ്മളെ കരുണാകരനെ പണ്ടത്തെ അല്ല, കരുണാകരനെ അയാളെ മുഖ്യസ്ഥാനം ഒഴിവാക്കാൻ വേണ്ടിട്ട് കുറെ കൂട്ടത്തിൽ വരുന്ന പാര വെച്ചാണ് കള്ളക്കേസ്. ചക്കര കൊടങ്ങണ്ട കൈയിട്ട് വരാത്ത ആൾക്കാരുണ്ടാവില്ല, നല്ല ആൾക്കാരുണ്ടാവും. അധികാരം ഭയങ്കര സംഭവം തന്നെയാണ്. പിന്നെ എന്റെ കുഞ്ഞിലാവട്ടെ, പിന്നെ എന്താ പറയുന്നത്, വീട് ഇപ്പം സാധാരണക്കാർ ഈ എന്നാലും സ്വാതന്ത്ര്യ സമര പെൻഷനാണ് കിട്ടുന്നുണ്ടല്ലോ നമുക്ക്. മറ്റേ സ്വാതന്ത്ര്യ സമരത്തെ കാലത്ത് ജനിച്ചിട്ട് കൊല്ലാതെ ആൾക്കാർ സ്വാതന്ത്ര്യ പെൻഷൻ അങ്ങനെയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴെന്ന് പറഞ്ഞാല് വലിയ വലിയ ഏക്കർ കണക്കിന് സ്ഥലം
അതുപോലെ സ്വത്ത്, വരുമാനങ്ങൾ, 2-3 നില വീട്, അങ്ങനെ ആൾക്കാരിന്ന് റേഷൻ കടയിൽ പോയിട്ട് BP എല്ലാം പഠിക്കുന്നത്. BP മറ്റേത് മറ്റേ അന്ത്യയോജന അതും ഇതുപോലെ കേസെടുത്തിട്ട് അന്വേഷിക്കണ്ടേ? നമ്മളെ റേഷൻ കടയിൽ നോക്കി നിന്നിട്ടുണ്ട്, ഇവർക്ക് ഇങ്ങനെ പോയി നടത്താൻ പറ്റുന്നു. അഴിമതിയാണ് എല്ലായിടത്തും, എല്ലാ കാര്യത്തിലും അഴിമതി തന്നെയാണ്. പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് എപ്പോഴും നമ്മുടെ നാട് നന്നാവില്ല. അത് ശരി, അങ്ങനെ പറയും. അതൊരു പ്രാക്കമായി. ഇത് നന്നാവണമെങ്കിൽ എല്ലാരും വിചാരിക്കണം. എന്താ പറയാ, ശുദ്ധീകരണം നടത്താനുണ്ട്. അതെ, എന്താ നന്നാവും? എന്താ പറയുക, നമ്മളെപ്പോലത്തെ ആൾക്കാർ കണ്ണു തുറന്നിരിക്കണം. നാട്ടുകാർ കണ്ണു ജനങ്ങള് കണ്ണുറന്നിരിക്കാതെ അത് മറ്റേ റോഡ് സൈഡില് ജനങ്ങൾ കാവൽക്കാരാണ്. അതെ, അതിന് സംശയം എന്താ? അങ്ങനെ വേണം. അങ്ങനെ റോഡിലെഴുന്നല്ലോ സുമേഷേ, അത് നടപ്പിലാക്കണം എന്നാ പറയുന്നത്. അത് നമുക്ക് കണ്ടറിയാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് കാവൽക്കാരാവണമെങ്കിൽ എന്തെല്ലാം നോക്കണം? നമ്മളെ സ്വന്തം ആളാവും നോക്കണം, നമ്മളെ സ്വന്തം രാഷ്ട്രീയക്കാരനാവും നോക്കണം, എന്തെല്ലാം നോക്കണം. ചില സ്ഥലത്ത് 2 ലക്ഷത്തിന്റെ വെയിറ്റ് ഷെഡ് നിർമ്മിച്ചു മറ്റേ ബോർഡ് വെച്ചിട്ട് ഒരു പൈപ്പ് മാത്രമേ ആകെ ഒരു 50,000 രൂപത്തിന്റെ പോലെ ആവുന്നില്ല സാധാരണ ജനങ്ങൾ ചെയ്യുമ്പോൾ. സീറ്റ് പോലും ഇല്ല, 2 പൈപ്പ് ബാക്കിൽ 2 പൈപ്പ് മാത്രമേ ഉള്ളൂ ഇനി. അതെന്താ? അതേപോലെ തന്നെ ഉണ്ട് നമ്മളെ ലൈറ്റുകള്, കൊമ്പൻ ലൈറ്റുകളില്ലേ, റിപ്പയറിംഗില്ലല്ലോ ഇപ്പൊ. ഇല്ല. അതൊന്നും പിന്നെ വെച്ച ആൾക്കാരെ കൊണ്ട് MLA വിളിച്ച് പറഞ്ഞാൽ ചെയ്യുന്നതാണ്. അല്ലേ, വിളിച്ചു പറഞ്ഞല്ലോ. രണ്ടാമത് സർവീസിംഗ് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചായിരുന്നു. അല്ല, അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ലൈറ്റ് ഇത് പിന്നെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉത്തരവാദിത്തം പഞ്ചായത്തിന് എന്ന് പറയുന്നുണ്ടല്ലോ. പഞ്ചായത്തിന് അതിന്റെ കറണ്ടിന്റെ ചാർജ് ഇറക്കേണ്ട ഉത്തരവാദിത്തം, അതിന്റെ റിപ്പയറിന്റെ ഉത്തരവാദിത്തം പഞ്ചായത്തിനല്ല. ഈ ലൈറ്റ് വെച്ചാലൊക്കെ അഴിമതി ഉണ്ടാവുക. അങ്ങനെ വേറെ എല്ലാവരും പറയാം. നമുക്ക് രാവിലെ ആരോപിക്കാം. നമ്മ രാവിലെ മറ്റേ മുട്ടറോസും കഞ്ഞി അത് അഴിമതിയാണല്ലോ. ഇതിനോട്ടോ ഇപ്പൊ തന്നെ ഒരു കാര്യം പറഞ്ഞില്ല, ഇപ്പം അവർ ഈ ചാനലുകാരും പത്രക്കാരും എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കും. അതിപ്പം നടക്കുന്ന സ്ഥിതി നാട്ടുകാരെല്ലാം അല്ലല്ല, എന്ത് പൊറോട്ട നാട് എന്തുണ്ടായാലും അഴിമതി എങ്ങനെ നടത്തിയാലും സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കും. അത് അതിൽ സത്യമൊന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടല്ലേ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ മാപ്പ് പറയുന്നുണ്ടില്ലേ കുഞ്ഞാവട്ടാ? ഇന്നലെ സംഭവം ഈ ചാനലുകാർക്ക് അറിയാം ഇതെല്ലാം വെറും കള്ളാണ്. പിന്നെ അല്ലേ, വെറും കള്ളാണെന്ന് അവർക്കറിയാം. കള്ളല്ല, കള്ളം അവർക്കറിയാം. പക്ഷേ പിന്നെ അങ്ങനത്തെ ചാനലുകാർ മാപ്പ് പറയാതിരിക്കുക. ഈ സത്യം എത്ര മൂടി വെച്ചാലും അത് ഒരിക്കൽ പുറത്ത് വരും. അത് തന്നെ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ കളവ് മാത്രം പ്രേരിപ്പിക്കാൻ വേണ്ടി കുറെ പത്രങ്ങളും ചാനലുകാരും പോകണം. ഇത് നമ്മൾ കാണുന്ന നമ്മളെ വേണ്ടി ചവിട്ടാൻ വേണ്ടിയിട്ട്. അത് ചാനലുകാരുടെ സ്ഥിരം പണിയായി പോയില്ല, അവർക്ക് വയറ്റിപ്പഴപ്പ് നടക്കണ്ടേ. ഇങ്ങനെ കറന്നില്ലല്ലോ. അതെ, അതിലിപ്പോ കുഞ്ഞാട്ടം നമ്മളെ പരീക്ഷിച്ചത്. അതുകൊണ്ടാ പറഞ്ഞത് സത്യം മൂടി വെക്കാൻ പറ്റൂല. സത്യം ഒരിക്കലും മൂടി വെക്കാൻ പാടില്ല. സത്യം എന്തായാലും ആരായാലും എപ്പോഴായാലും പുറത്തു വരും. സത്യം പറയുന്ന ചില ഭാഗത്തോ. പക്ഷെ അതിന് മുമ്പ് എത്ര ആൾ കുശി കയറുന്നേ? അത് നിരപരാധികൾ കുറെ എണ്ണം എത്ര ആൾ കുശി കയറുമ്പോൾ കരുണാകരന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ? കരുണാകരൻ തന്നെ എന്റെ തെറ്റായിട്ട് അയാൾ പിന്നെ മുഖ്യ സ്ഥാനം പോയത് അല്ലല്ലോ. മറ്റേ നമ്പിനാരായണനും ഇതൊക്കെ ചെയ്യേണ്ടത് ഇതിനൊക്കെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ ആദ്യം നല്ല പെർഫെക്റ്റ് ആവും, നല്ല പിടിച്ച് അല്ലെങ്കിൽ അവരെ പിടിച്ച് ജയിലിലടക്കണം. അതെ, അവരെ എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് ഭരിക്കുന്നവർ പറയുന്നത് അനുസരിക്കല്ലോ. അവർക്ക് എന്ത് ചെയ്യാം? എല്ലാം ഭരിക്കുന്നവർ പറയുന്ന അനുസരിച്ച് അവർ നടത്തുന്നത്. ആരും ഭരിച്ചാലും ഇവർക്ക് അവര് പറമ്പിൽ കേൾക്കാൻ പറ്റില്ല. ഒരു വലിയ കൂട്ടം, ഒരു ഗ്യാങ്. അതാണ് എങ്ങനെ കൊണ്ടുകൊണ്ടായിരിക്കും. ഇവിടെ തന്നെ കണ്ടില്ലേ, ഇപ്പം പ്രതിപക്ഷത്തിരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിന്നെ DGP നമുക്കില്ലേ? കണ്ടില്ലേ? അതാ പ്രശ്നം. ഇതെല്ലാത്തിലും ഉണ്ടാവും. ആടെ കേജ്രിവാളിന് വേറെ സപ്പോർട്ടില്ല. അമ്മ എന്തൊരു ആശ്വാസം അറിയോ സുമേഷേ? ഇതിൽ അവസാനം എന്റെ ഒരു ആശ്വാസം, നമ്മ ഈ പറയുന്ന കാര്യത്തിൽ എന്റെ ഒരു ആശ്വാസം എന്ന് വെച്ചാൽ എന്ത് വന്നാലും ഏതെങ്കിലും കാലത്ത് സത്യം പുറത്ത് വരുന്നുണ്ട്. അത് എന്നേരം അല്ലെങ്കിലും പിന്നൊരിക്കലും സത്യത്തിന്റെ വായ ഒരിക്കൽ മൂടി വെക്കാൻ പറ്റില്ല. ഇനി മൂടി കെട്ടാൻ വേണ്ടി പോകുന്നു വെക്കാൻ പറ്റില്ല. +2 പഠനം കഴിഞ്ഞില്ലേ? ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട്. ചെറുപുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്. 2 വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും. ആഴ്ചയിൽ 500 രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി. പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുമുണ്ട്. ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ്, കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി. അഡ്മിഷൻ ഉറപ്പാക്കൂ. 1/4 നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550, 9446007032, 9847813409. ലാൻഡ് ഫോൺ
0495 200 228. ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്.